ഇന്ന് ഇവിടുത്തെ മീൻ മാർക്കറ്റിൽ കിട്ടുന്ന മീനുകളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. എനിക്ക് പേരൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ ഈ ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനൊക്കെയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. രണ്ട് മൂന്ന് മീനിൻ്റെ പേരെനിക്കറിയാം. റഘു, കത്ല, അതിൻ്റെ പേരറിയാം, പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും റഘു ഇതാണ്, കത്ല ഇതാണ്. അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങൾ രഘു വാങ്ങിക്കാറില്ല, കത്ല മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കത്ല മീനായിരിക്കുന്നത്. പിന്നെ തിലോഫിയ ഉണ്ട്, പിന്നെ ഒത്തിരി മീനുണ്ട്. ഇത് ജീവനുള്ള മീനുണ്ട്, വാതിറക്കുന്നുണ്ടോ. ഇങ്ങനെയുള്ള മീനുകളാണ് ഇവിടെ കിട്ടുന്നത് കൂടുതലും. ഇതുപോലെ നല്ല ഫ്രഷായിട്ടുള്ള മീൻ, നല്ല ജീവനുള്ള മീനൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് എന്ത് മീനെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ തിലോഫിയ ഇഷ്ടം പോലെ കിട്ടും, നല്ല വിലക്കുറവിന് തന്നെയാണ് കിട്ടുന്നത്. ചെറിയത് തൊട്ട് വലിയത് വരെ ഉള്ളതുണ്ട്. 1 കിലോ എടുക്കുമ്പം നമുക്ക് 2 മീൻ കിട്ടും, അത്രയ്ക്ക് വലുപ്പത്തിലുള്ള തിലോഫിയയും കിട്ടും. പിന്നെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല, നല്ല മീൻ, പിടയ്ക്കുന്ന മീനാണ് കേട്ടോ. വെള്ളത്തിൽ കൊണ്ടിട്ടേക്കുക, അവർ ഇച്ചിരി വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു രംഗമാണ്. അവർ വെള്ളത്തിലിട്ടേക്കുവാണ്. ഇനി സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം വിറ്റുപോകും. ഉച്ചയാകുമ്പോഴാണ് ഇവിടുത്തെ മാർക്കറ്റ് തുടങ്ങുന്നത്. പിന്നെ ഒരു 8 മണി 9 മണി വരെയൊക്കെ ഉണ്ട്, അന്നേരത്തേക്ക് എല്ലാം വിറ്റുപോകും. പിന്നെ ഇത് കണ്ടോ, നല്ല പിടയ്ക്കുന്ന മീൻ, ഇതിൻ്റെ പേരെനിക്കറിയില്ല. വാളയാന്ന് തോന്നുന്നത്, ഈ ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന വാളയാന്ന് തോന്നുന്നു. അതും നല്ല ഫ്രഷായിട്ടുള്ള മീൻ, എല്ലാം ജീവനുള്ളതാണ്. ഇതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് മൊത്തം ഉണക്കമീൻ എന്ന് പറയുമ്പം ചുട്ട മീൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലിയറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ചുട്ട മീനാണ്. ഇവിടെ തന്നെ ഇട്ട് ചുട്ടെടുക്കുന്ന മീൻ, കച്ചിയിലിട്ട് കളറ് ചേർത്ത്, ഫുഡ് കളറ് ചേർത്തിട്ട് അവരത് ചുട്ട് വിൽക്കും. ഉണക്കമീൻ ഇവിടെ കിട്ടാറില്ല. പിന്നെ ഉണക്കമീൻ ഞങ്ങൾ നാട്ടിൽ വരുമ്പം നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഈ മീനിന് ഉപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ കഴിക്കാറില്ല. ടേസ്റ്റിയാണെന്നൊക്കെ ഇവിടുത്തുകാർ പറയും, പക്ഷേ നമ്മളിതുവരെയും കഴിച്ചിട്ടില്ല. പിന്നെ ഇത് കത്ല, രഘുവൊക്കെയാന്ന് തോന്നുന്നു. എല്ലാം നല്ല ഫ്രഷായിട്ടുള്ളതെന്ന് തോന്നുന്നു. നല്ല ചോരയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്, റെഡ് കളറിൽ. എനിക്ക് തോന്നുന്നു ഫ്രഷാന്ന് തോന്നുന്നു. പിന്നെ ഇവർ ചില മീനിന് എനിക്ക് തോന്നുന്നു അല്ലാതെ പഴകിയ മീൻ കാണും, അതിലേക്ക് ഇവർ ചില സമയത്ത് ചോര തേച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ തല ഇവർക്ക് ബംഗാളികൾ കൊണ്ടുപോകുന്നത്, നമ്മളത് വാങ്ങിക്കാറില്ല. നമ്മൾ ഈ കൂരിയുടെയും ചൂരമീനിൻ്റെയൊക്കെ തല കറി വെക്കുന്ന പോലെ എന്ന് തോന്നുന്നു. അവരാണ് ഇത് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. ബംഗാളികൾ മീനിൻ്റെ തല വാങ്ങിച്ചുകൊണ്ട് പോകും. അവർ കഷ്ണം വാങ്ങിച്ചില്ലെങ്കിലും ആ തല, ഇപ്പം നമ്മൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് വയ്ക്കുവാണെങ്കിൽ അവർ പറയും ആ തല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കാൻ പറയും. അങ്ങനെ അവർക്ക് കൊടുക്കാറുണ്ട്. അവർ പിന്നെ ഈ മീനിൻ്റെ ഒരു സാധനവും കളയത്തില്ല. ഈ പൂവ് മാത്രമേ ഉള്ളൂ തോന്നുന്നു കളയുന്നത്, ബാക്കിയൊന്നും അവർ കളയത്തില്ല. എല്ലാം അവർ കൊണ്ടുപോകും ബംഗാളികൾ, അവർക്കിഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് തിലോഫിയ, ഈ മീൻ എനിക്കറിയാം തിലോഫിയ എന്നുള്ളത്. അത് നല്ല ടേസ്റ്റാണ്, വറക്കാനായിട്ട് നല്ല സൂപ്പറാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലവണ്ണം മസാല ചേർത്ത് വറുത്ത സൂപ്പർ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തിലോഫിയയും കത്ലയും മാത്രമേ ഞങ്ങൾ വാങ്ങിക്കാറുള്ളൂ. ഇത് പിന്നെ രഘുവാന്ന് തോന്നുന്നു ഇതിൻ്റെ കളറ് കണ്ടിട്ട്. കത്ല കണ്ടാൽ കുറച്ചുകൂടി കറുപ്പ് കളറാണ്, ഇത് രഘുവിന് ഇച്ചിരി കൂടെ മഞ്ഞ കളറ്. ഇത് നല്ല മീനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറിയ മുള്ള് ഇങ്ങനെ രണ്ടായിട്ട് ഡബിൾ പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. അങ്ങനെ സിംഗിൾ അല്ല, ഇത് ഡബിൾ കാട്ടാന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറയുമ്പം 2 മുള്ളുള്ള കവരം പോലെ ഇരിക്കുന്നത്, അങ്ങനത്തെ മുള്ള. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ സൂക്ഷിച്ച് കഴിക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമയം എടുത്ത് കഴിക്കാമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവരിത് വെട്ടിത്തരും, ഏത് മീനാണെങ്കിലും ഇവരിത് വെട്ടിത്തരും, നമ്മൾ പറയുന്നത് പോലെ തന്നെ വെട്ടിത്തരും. പിന്നെ തൊലി മാത്രം അതെടുക്കത്തില്ല, തൊലി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തൊലി ഒടിച്ചെടുക്കണം. ഇത് ഏത് മീനാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു കാരിയാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല ഒന്നും എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഇവർ മീൻ നുറുക്കിത്തരും നല്ലവണ്ണം. നമുക്കിത് നുറുക്കാതെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരത് നുറുക്കുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ വാങ്ങിക്കാം. പക്ഷേ ഇവർ ഈ ഒരു സ്റ്റൈലിലാണ് ഇത് ഈ മീൻ മുറിക്കുന്നത്. ആദ്യം വരേണ്ട ഭാഗത്തുനിന്ന്
മുറിച്ചെടുക്കും. എന്നിട്ടിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തരും. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ തൊലിയൊന്ന് ഉരിച്ചെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും. പിന്നെ ഇങ്ങനത്തെ മീനിൻ്റെ വയറ് ഭാഗം അങ്ങനെ കൊള്ളത്തില്ല. ചില മീനിൻ്റെ വയറ് ഭാഗം കഴിക്കാറുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ച്. പിന്നെ ഈ മീൻ ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര വില്ലന്മാരാണ് ഇവന്മാർ. എനിക്ക് 2-3 എണ്ണമുണ്ട്. വെള്ളം കൂടി കഴിയുമ്പം അവന്മാർ പുറത്ത് ചാടും കുളത്തിൽ നിന്ന്. അത് എനിക്കുണ്ട് വലുതായി. അവരെ പിടിക്കണം. പിന്നെ ഇത് കണ്ടോ, വെള്ളത്തിലിട്ടേക്കുന്ന മീൻ. ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ നാട്ടിലുണ്ട്, പിന്നെ കിട്ടാത്ത സ്ഥലമുണ്ട്, കിട്ടുന്ന സ്ഥലമുണ്ട് ഇതുപോലത്തെ മീനുകൾ. ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇങ്ങനെയുള്ള മീനുകൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മീനുകളൊന്നും കഴിച്ചിട്ടില്ല ഞാൻ. എനിക്കതുകൊണ്ട് ഇഷ്ടമല്ല അങ്ങനെ. പിന്നെ ഇവിടെ ഒന്നും കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ മീൻ കഴിക്കുന്നത്. അതുപോലെ തന്നെ ചേറിൻ്റെ ചുവയുണ്ട്. ചേറിൻ്റെ ചുവ മാറാനായിട്ട് ഞാൻ കുറച്ച് നേരം ഉപ്പും പുളിയും വെള്ളത്തിലിട്ടിട്ട് കറി വെക്കുന്നത്. അന്നേരം നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് മീൻ ചുട്ടെടുക്കുന്നതാണ്. കച്ചിയിൽ ഒരു കളറ് ചേർത്തിട്ട് ഇതുപോലെ മീൻ ചുട്ടെടുത്തിട്ട് മാർക്കറ്റിൽ വിൽക്കും. ഉച്ചയ്ക്ക് ഇരുന്നാൽ വൈകുമ്പോഴത്തേക്ക് അത് തീരും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തുകാർക്ക്. അന്നേരം അവരത് ചുട്ടെടുത്ത് നല്ലോണം കഴിക്കും. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇനി ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.